ജിന്നുമ്മയും കൂട്ടുപ്രതികളും ജാമ്യത്തിനായി ജില്ലാ കോടതിയിലേക്ക്. പോലീസ് കസ്റ്റഡി കാലാവധി തീർന്നതോടെ ഇവരെ കഴിഞ്ഞ ദിവസം ഹൊസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളുകയും ചെയ്തു. ഇതോടെയാണ് പ്രതികൾ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. 3 ദിവസത്തെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം വിവിധ ജ്വല്ലറികളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 103 പവൻ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ MC അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ബാര മീത്തൽ മാങ്ങാട്ടെ KH ഷമീന എന്ന ജിന്നുമ്മ, ഭർത്താവ് TM ഉബൈസ്, PM അസ്നിഫ, ആയിഷ എന്നിവർ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുവാനുള്ള ഒരുക്കത്തിൽ. പോലീസ് കസ്റ്റഡി കാലാവധി തീർന്നതോടെ ഇവരെ കഴിഞ്ഞ ദിവസം ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളുകയും ചെയ്തു. ഇതോടെയാണ് പ്രതികൾ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. 2 ദിവസത്തിനകം ജാമ്യഹർജി നൽകുമെന്നാണ് വിവരം. 3 ദിവസത്തെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം വിവിധ ജ്വല്ലറികളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 103 പവൻ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ 596 പവൻ സ്വർണം കൈക്കലാക്കിയതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്വർണം വിവിധ ജ്വല്ലറികളിലും സഹകരണ സ്ഥാപനങ്ങളിലുമായി വിൽക്കുകയും പണയപ്പെടുത്തുകയും ചെയ്തു. കാസർകോട്ടെ 3 ജ്വല്ലറികളിലും ചട്ടഞ്ചാലിനടുത്തെ ഒരു സഹകരണ സ്ഥാപനത്തിലും പ്രതികളുമായി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ സ്വർണം കണ്ടെടുത്തത്. സഹകരണ സ്ഥാപനത്തിൽ നിന്നും 10 പവൻ സ്വർണമാണ് കണ്ടെത്തിയത്. മുഴുവൻ സ്വർണവും കണ്ടെടുക്കുന്നതിനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുമായി പ്രതികളെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കാസർഗോഡ് DCRB DYSP KJ ജോൺസൺ ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്നാൽ കോടതി 3 ദിവസം മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ തെളിവെടുപ്പ് തൽക്കാലം നിർത്തി. പ്രതികൾക്ക് ഒത്താശ ചെയ്ത ചിലരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. ചിലരെ കൂടി കേസിൽ പ്രതി ചേർക്കുമെന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ്. അവധി കഴിഞ്ഞെത്തി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകും. അതിനിടെ കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മാതാവ് കുൽസുമയെ കേസിൽ കക്ഷി ചേർക്കുവാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.